നമസ്കാരം. നിങ്ങൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ ഞാൻ ചെകുത്താനെ കണ്ടിട്ടുണ്ട്. നമ്മുടെ കൂടെ ഉള്ളത് ചെകുത്താനാണ്. നമസ്കാരം. നമസ്കാരം. മുമ്പ് കണ്ടിട്ടില്ല. ഒരു വെറൈറ്റി ഇൻട്രോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. നമ്മൾ മിനിഞ്ഞാന്നല്ലേ കണ്ടത്. ഇന്നലെ മിനിഞ്ഞാന്ന് കണ്ടതേ ഉള്ളൂ. പക്ഷെ ചെകുത്താൻ എന്നുള്ള പേര് കൺസെപ്റ്റിലുള്ളതല്ല. പുതുമ വേണ്ടേ? പുതുമയുള്ളൊരു ഇൻട്രോ. ലാലേട്ടനെ കടുത്താരാധനായിരുന്നു. ആയിരുന്നു, പിന്നെ മാറി. സ്ഫടികത്തിലെ ലാലേട്ടന്റെ ലോറിയുടെ പേരാണ് അവിടെ ഉണ്ട്. ലാലേട്ടന്റെ പ്രശ്നമില്ല, ഫാൻസായിട്ടാണ് പ്രശ്നം. ഇപ്പൊ ലാലേട്ടന്റെ മകള് വിസ്മയ സിനിമയിലേക്ക് വരുന്നുണ്ടല്ലോ, അറിഞ്ഞായിരുന്നോ? അറിഞ്ഞു. എന്നോട് പറഞ്ഞാന്ന് വരുന്നതിന് മുമ്പ്. ഓ, വിസ്മയ വിളിച്ചിരുന്നു, അറിയിച്ചായിരുന്നു. ഞാൻ അങ്ങോട്ട് സിനിമയിലോട്ട് പ്രതീക്ഷയുണ്ടോ? ചേട്ടൻ എന്നെ അനുഗ്രഹിക്കണം. പ്രതീക്ഷയോ? അപ്പൊ സിനിമ എങ്ങനെയായിരിക്കും? ഒരു ആക്ഷൻ പടാന്ന് തോന്നുന്നു പോസ്റ്റർ കണ്ടപ്പോ. എന്ത് വേണം ചെയ്യാലോ. ഈ മക്കളൊക്കെ വന്ന് അഭിനയിക്കുന്നത് കണ്ടിട്ട് എല്ലാവർക്കും അഭിനയിക്കാൻ അറിയാവുന്നവരാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ വേറെണ്ണം കൂടെ, അത്രേ ഉള്ളൂ. അറിയാവുന്ന ആക്ടേഴ്സ് എല്ലാം ഇപ്പൊ ആരാ ഇവിടെ അഭിനയിക്കുന്നവര്? എല്ലാം മക്കളല്ലേ. ആക്ടിങ് മാത്രമല്ല, ഡയറക്ഷനിലും ടെക്നിക്കലായിട്ടും എല്ലായിടത്തും ഇപ്പൊ മക്കള് തന്നെ. പലരുടെയും മക്കളകത്തിരിക്കുന്നതിന്റെ ബുദ്ധിമുട്ടായിരിക്കും അനുഭവിക്കുന്നത്. അങ്ങനെ ഇടയ്ക്കൊക്കെ ഒത്തിരി കുറച്ചുപേരൊക്കെ വരാറുണ്ട്. പക്ഷെ ഇൻഡസ്ട്രിയിൽ ഹോൾഡുള്ള ഇവർക്കാ. എല്ലാവരുടെയും മക്കള് ചിലപ്പോ ഫേമസ് ആയെന്ന് വരത്തില്ല. ഇപ്പൊ ആറാട്ടന്റെ അപ്പം ഭയങ്കര വലിയ മാനേജറാണ് എന്ന് ഞങ്ങൾ ആയില്ലല്ലോ. അതുപോലുള്ള പീസൊക്കെ ചിലപ്പോ തെറിച്ചു പോകും. ബാക്കിയൊക്കെ ഇവിടെ വരും. പിന്നെ ഇവിടെ ഉള്ളത് കാണുന്ന മൊത്തം ഇതാ. ഇന്ത്യ മൊത്തം ഇങ്ങനെയാ. അത് കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലാണെങ്കിലും ബോളിവുഡിലാണെങ്കിലും അങ്ങനെയാ. ഹോളിവുഡിലില്ല. അവിടെ പിന്നെ ഒന്നും നടക്കത്തില്ല. അവിടെ അവർക്ക് ഇങ്ങനത്തെ രീതിയിലല്ലല്ലോ ജീവിതം. നമ്മുടെ ഇവിടെയാണ് കുടുംബത്തിലല്ലല്ലോ നിൽക്കുന്നത്. അതിന്റെ ഇപ്പൊ നമ്മുടെ സാധാരണക്കാരായ ഒരു ഓട്ടോ ഡ്രൈവർ ആണെന്നിരിക്കുക, അയാളുടെ മക്കളായാലും എഞ്ചിനീയർ ആക്കാൻ ആഗ്രഹിക്കുന്നത്, എല്ലാ മക്കളായാലും ഓട്ടോ ഡ്രൈവർ ആക്കാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലെങ്കിൽ ഒരു ബസ് ഡ്രൈവർ ആയാലും താൻ പറയുന്ന അനുസരിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാന്റെ മകത്തിൽ എല്ലാ സിനിമാടന്മാരാകേണ്ടവരാണ്. ആഗ്രഹിച്ചല്ലോ. ചോയ്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ചോയ്സ് ആയി അപ്പൊ എനിക്ക് സിനിമയിൽ പോകണമെന്ന് ആഗ്രഹമൊക്കെ നിൽക്കാൻ പറ്റുള്ളൂ. നേരത്തെ ആൾക്ക് വന്നിട്ട് ഈ പറഞ്ഞ പോലെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റുമോ? പ്രണവിന് അഭിനയിക്കാൻ താല്പര്യമില്ലെന്ന് പറയാറുണ്ടല്ലോ. പ്രണവിന് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ അങ്ങനെയാണ് പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. നല്ല പരിപാടി. പോക്കറ്റ് മണി. മോഹൻലാലിന്റെ മോനെ ഈ മക്കള് അഭിനയിക്കുന്നത് നിർബന്ധിതമായിട്ട് പെട്രോൾ പമ്പ് നിന്നിരുന്ന കുറച്ചൊരു രസം ഉണ്ടാകും. പോക്കറ്റ് മണിക്ക് വേണ്ടി ഒരു രസത്തിന്. അത് അല്ലെങ്കിൽ ഒരു ഹോട്ടൽ വെയിറ്റർ ആയിട്ടോ വല്ല മക്ഡൊണാൾഡ്സിലൊക്കെ പോയി നിൽക്കുകയാണ്. പോക്കറ്റ് മണിക്ക് അത് ചിലവർക്ക് ഒരു ക്രേസ് ഉണ്ടാവുമല്ലോ. ഒത്തിരി പേർക്ക് ക്രേസ് ഉണ്ടോ. പക്ഷെ സിനിമയിൽ അഭിനയിക്കുന്നത് ഈ ഹോൾഡ് വേണം, അത്രേ ഉള്ളൂ. സിമ്പിൾ. അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ സ്ക്രീൻ ടെസ്റ്റ് എന്തൊക്കെ ടെസ്റ്റാ. ഒരാൾ അഭിനയിക്കാൻ പോയാൽ അവൻ അഭിനയത്തിന്റെ അങ്ങ് പഠിച്ചങ്ങ് അറ്റം എത്തിയ പോലെ എന്നാലേ അവർ എടുക്കത്തുള്ളൂ. അങ്ങനെ കയറി വന്നവരെ ഈ ബാക്കിയുള്ളവരൊക്കെ. പിന്നെ ചിലര് റീൽസ് വഴിയൊക്കെ ഹിറ്റായി അങ്ങനെ വരുമ്പോൾ കയറി പോകുന്നു. അത്രേ നടന്നിട്ടുള്ളൂ. അല്ലാതെ ഇൻഡസ്ട്രിയിലെ ഹോൾഡ് ഉള്ളത് അവർക്ക് മാത്രമാണ്. അതിന് ഇവിടെ നീ കണ്ട് ഈ പറഞ്ഞ വിനീത് ശ്രീനിവാസന് എന്ത് കൺസിസ്റ്റൻസിയാ ഉള്ളത്? അല്ല ധ്യാൻ എന്താ ഉള്ളത്? എത്ര പടം ചെയ്തു? അങ്ങനെ ആർക്കെങ്കിലും സാധാരണക്കാർക്ക് അവസരം കിട്ടുമോ ഇത്രയും പടം ചെയ്യാൻ? ഒരുത്തൻ ഒരു പ്രാവശ്യം ചെയ്യും, ഔട്ടാ. അതാണ്. ഇപ്പൊ മോഹൻലാലിന്റെ മോളെ ഇതിനു മുമ്പ് എന്തോ അഭിനയിച്ച് എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? നാടകത്തിൽ അഭിനയിച്ചതോ അല്ലെ ഡാൻസ് കളിച്ചതോ അല്ലെ എന്തെങ്കിലും കല ഇവിടെ സാധാരണ എടുക്കുന്ന ഇവിടെന്നാന്ന് ചോദിച്ചാൽ ഇവിടുന്ന് എന്തുകൊണ്ട് കലോത്സവം അവിടെയൊക്കെ വന്ന് നവ്യ നായർ ഡാൻസ് കളിച്ചു, കരഞ്ഞു, കഴുകി പോയി. ദിവ്യ ഉണ്ണി ഇങ്ങനെയുള്ളവരൊക്കെ, മഞ്ജു വാര്യർ, കാവ്യമാധവനൊക്കെ അവിടെ നിന്നാണ് വരുന്നത്. അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒന്നുമില്ല. ഇവളന്മാരെ ഇത്ര നാള് എങ്ങാണ്ടൊക്കെ ഇരുന്ന് നടന്ന് അങ്ങോട്ടും പോയി ഇങ്ങോട്ടും പോയി അവസാനം ആയപ്പോ ഓക്കെ എന്നാ സിനിമയിൽ അഭിനയിച്ചേക്കാൻ തോന്നുമ്പോ എന്ന് അഭിനയിക്കുന്നു, അത്രേ ഉള്ളൂ. അതല്ല, ഈ നാടകത്തിലും ഇതിലും ഡാൻസ് എല്ലാവരും ഡാൻസ് അറിയാൻ എല്ലാവരും ആകത്തില്ലെന്ന്. അഭിനയിക്കാൻ എല്ലാവർക്കും കഴിവുണ്ടൊന്നുമില്ല. പെണ്ണുങ്ങളുടെ കേസിൽ വേറെയാണോ. പെണ്ണുങ്ങളെ കൂടുതലും കുടുംബത്തിൽ നിന്ന് ഇറക്കാറില്ല എന്നിവര്. ഇപ്പഴായതുകൊണ്ട് ഈ ന്യൂജനായപ്പോഴാണ് ഈ പെൺമക്കളെയൊക്കെ സിനിമയെ കൊണ്ടിരുന്നത്. അതിനു മുമ്പും പെൺമക്കളെ മമ്മൂട്ടിക്കും മോളൊക്കെ ഉണ്ടാകുന്ന അയാളൊന്നും ഇങ്ങോട്ട് വിടത്തില്ലല്ലോ. എന്താ വിട്ട് കഴിഞ്ഞാല് അവർക്കറിയാം വല്ല ലിക്കയോ വല്ല മീൻകറി വേണം, തൈര് വേണം എന്നൊക്കെ പറഞ്ഞാൽ അതുവഴി പോവും. അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവർക്ക് പേടിയായിരുന്നു. ജയറാമിന് മോളുണ്ടായിരുന്നു, മോളെ ഒന്നും അങ്ങനെ വിട്ടിട്ടില്ല. സുരേഷ് ഗോപിക്ക് മോളുണ്ടായിരുന്നു, അതുകൊണ്ടായിരുന്നു ഇവരൊന്നും പെമ്മക്കളെ വിടത്തില്ല. ഇപ്പോഴായി കഴിഞ്ഞിടയ്ക്കാണ് പെമ്മക്കളൊക്കെ വന്നു തുടങ്ങി. പ്രതിവർഷന്റെ മോളൊക്കെ വന്നത്. അത് ഈ സമയം ആയതുകൊണ്ടാണ്. നേരത്തെ സമയത്ത് ഇങ്ങോട്ട് ഇറക്കാൻ പറ്റത്തില്ല. ഇറക്കി കഴിഞ്ഞാൽ
ഈ വാഗതിരിവില്ലാത്തവന്മാർ എല്ലാം കൂടെ നിരന്ന് എന്തോ കാണിക്കുന്നു പറയാൻ പറ്റത്തില്ല. അമ്മയമ്മങ്ങളെയൊക്കെ തിരിച്ചറിയാൻ പാടാ. ആ സെൻസ് വർക്ക് ചെയ്യുന്നില്ല. മനസ്സിലായോ? അതാ അവിടുത്തെ ശരിക്കുള്ള അവസ്ഥ. അല്ലെ ഇങ്ങനെ കാണിക്കത്തില്ല. കൊച്ചു പെൺപിള്ളേരൊക്കെ പിടിച്ചുകൊണ്ട് റൂമിൽ കൊണ്ടിരുത്തിയിട്ട് അവന് ഇത് ചെയ്യണം അത് ചെയ്യണം എന്ന് പറയുന്നതൊക്കെ അവൻ ആരെയാണെങ്കിലും അങ്ങനെ ചെയ്യത്തുള്ളൂ. പിന്നെ അല്ലേ പേടി വേണം. മനസ്സിലായി? ഇപ്പൊ നമ്മൾ കാണുന്ന മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ സുരേഷ് ഗോപിയുടെ മക്കൾ സേഫ് ആയിരിക്കും. പക്ഷെ അതുപോലെ ആയിരിക്കത്തില്ല വല്ല വേറെ ഈ സൈഡ് ആർട്ടിസ്റ്റോ അങ്ങനെയുള്ളവരുടെ പെൺമക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് അവരെ തന്നെ വിലയില്ല. മനസ്സിലാകുന്നുണ്ട്? അപ്പൊ അവരുടെ മോള് വന്നാൽ അവനെന്താ പേടിയാ. ഇതുപോലെ ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു മേഖലയിലും വരാൻ പറ്റില്ലല്ലോ. ഒരു മേഖലയിലും വരികയല്ല. ഇപ്പൊ നഴ്സിംഗിലും ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷെ അങ്ങനെ അത് 100% അവിടെ അതിനു വേണ്ടി മാത്രം നിന്നൊന്നും നടക്കത്തില്ല. അവിടെ ജോലിയും കൂടെ അറിഞ്ഞിരിക്കണം. ഇവിടെ അങ്ങനൊന്നും ഇല്ല. ഇവിടെ സൈഡിൽ കൊണ്ട് നിർത്തി എന്തെങ്കിലും കാണിച്ചാലും പെണ്ണുങ്ങൾ ഇവിടെ ഭയങ്കര പ്രധാന വേഷത്തിലുള്ളത് മലയാള സിനിമയിൽ എത്ര പടമുണ്ട്? ഏതാ? ആരൊക്കെയാ? ഈ മഞ്ജുവാരി വന്നിട്ടുണ്ട്, ഉർവശി വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ശോഭന വന്നിട്ടുണ്ട്. നമ്മള് കഥാപാത്രങ്ങളിൽ ഉണ്ടാവുക നമ്മൾ എത്ര നാളായിട്ട് നമ്മളെത്ര നാൾ അംഗീകരിച്ചിട്ടുണ്ട്. നമ്മൾ സമൂഹം എത്ര നാളായിട്ട് ഈ പറയുന്ന ഈ സ്ത്രീ കഥാപാത്രം ശക്തമായ സ്ത്രീ നമ്മൾ സീരിയലിൽ കാണുമ്പോൾ ഓരോ കാരണം അത്രേ ഉള്ളൂ. വലിയ താല്പര്യമൊന്നുമില്ല. ഇപ്പൊ ഇവിടെ അവള് കഥാപാത്രങ്ങൾക്ക് മുന്നിലുള്ള സിനിമകളൊക്കെ ചെയ്യുന്നുണ്ട്, മമത ചെയ്യുന്നുണ്ട്. കിട്ടും, അവർക്ക് കിട്ടാതിട്ടൊന്നുമില്ല. കിട്ടിയിട്ടുണ്ടാവും. അതുപോലെയാണ് 1000 പടത്തിനകത്തൊന്നായിരിക്കും 2 എണ്ണം. അതേപോലത്തെ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള ഹിറ്റ് ആവണ്ടേ? ഈ പറയുന്ന നിർമ്മാതാക്കൾ പൈസ കൊടുക്കണ്ടേ? എല്ലാ കലാമൂല്യം എന്ത് നടത്തണ്ടേ? ഏത് കച്ചവടം നടത്തുന്നത്? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞത് അവർ എപ്പോഴും ആയിട്ടിറങ്ങിയെന്നാ പറഞ്ഞത്. മനസ്സിലായി? ഇവിടെ നടക്കുന്നില്ല. അപ്പൊ അവിടെ നടികൾ മൊത്തത്തിൽ സൈഡാ. ഏത് സിനിമയിലാണ് സ്ത്രീയെന്ന് മാറത്തില്ല. ഇതിപ്പോ എല്ലാ ലാംഗ്വേജിലും ഇങ്ങനെ തന്നെ ആയിരിക്കും. ഇന്ത്യയിൽ അങ്ങനെ മൊത്തം ഇന്ത്യൻ മൂവീസ് നോക്ക്. ഇന്ത്യയിൽ എന്ത് നടക്കുന്നത്? മലയാളത്തിൽ മാത്രമല്ല, മലയാളത്തിൽ മാത്രം. പിന്നെ വെല്ലോനും ഇടയ്ക്കൊന്നും വന്ന് രൺബീർ സിംഗ് എന്ന് വേണ്ട പറഞ്ഞു. എന്താണ് അതിന്റെ പേര്? ആ ചെറുക്കനൊക്കെ ആത്മഹത്യ ചെയ്യുക ഡിപ്രഷൻ കാരണം. മറ്റേ അതെ തന്നെ. അങ്ങനെയുള്ളവർ എന്താ ഡിപ്രഷൻ അടിക്കും. മറ്റവർക്ക് ഒരു കുഴപ്പമില്ല. തമിഴിലെന്തോ ആരാ വല്ല വിജയ് സേതുപതി വല്ലതും ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ പുറത്തുനിന്നൊക്കെ വന്ന ഒരാള്. അങ്ങനെ ഒരിക്കലും ഇടയ്ക്ക് കയറി വരാൻ പറ്റും. ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ട്. അങ്ങനെ സിനിമ എടുക്കുന്നവരുള്ളത് കൊണ്ട് നടക്കും. അല്ലാതെ ഇവരുടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല.